നമസ്കാരം. തരൂരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ BJP മുമ്പോട്ട് പോകുന്നത് എന്ന് ചില പിന്നാമ്പുറ വർത്തമാനമുണ്ട്. അതങ്ങനെ നമുക്ക് വെറും നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും അത്തരത്തിലൊരു പുക ഉയരുന്നുണ്ടെങ്കിൽ എവിടെയോ തീ പുകയുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് മത്സരിച്ച ശശി തരൂരിനെ എതിരിട്ട BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറും ഇവർ പരസ്പരം അറിയുന്നവരാണ്, സുഹൃത്തുക്കളാണ്. പക്ഷേ തരൂരിനെ ഇത്തരത്തിലുള്ള ദേശീയ താൽപ്പര്യമുള്ള വിഷയങ്ങളിലേക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്നെ കൈകളുണ്ട്. അത്തരത്തിലുള്ള ഒരു കർമ്മ പദ്ധതിയാണ് BJP കേന്ദ്ര നേതൃത്വവും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രാജീവിന് പിന്നിൽ ഇത്തരത്തിൽ, അതായത് കേന്ദ്ര നേതൃത്വവും ഇതിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതായത് സംസ്ഥാനത്ത് പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. കേന്ദ്ര നേതൃത്വം 2031 ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും അതിന് മുമ്പായിട്ട് തന്നെ 2026 തന്നെ പാർട്ടിക്ക് ഒരു ശക്തമായ അടിത്തറ ഇടണമെന്ന് രാജീവ് താല്പര്യമുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2031 അധികാരത്തിലെത്തിയതിന് ശേഷമേ താൻ ഇവിടം വിടുകയുള്ളൂ എന്നാണ് രാജീവ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2026 ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ തരത്തിലുള്ള ഒരു ഗുണം നേടിയെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുമ്പോൾ തരൂരിനെ പോലുള്ള തിരുവനന്തപുരത്ത് 4 തവണയായിട്ട് ജയിച്ചു കൊണ്ടിരിക്കുന്ന തരൂരിനെ മുന്നിൽ നിർത്തുക എന്നുള്ളതാണ്. ഏറെക്കാലമായിട്ട് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതാണ് തരൂർ BJPയിലേക്ക് പോകുന്നു, BJP തരൂരിനെ വിളിക്കുന്നു, തരൂരിനെ വലിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വർത്തമാനമാണ് കേൾക്കുന്നത്. തരൂരിനെ മുന്നിൽ നിർത്തിയാൽ അധികാരം എളുപ്പമാകും എന്ന വിലയിരുത്തലാണ് രാജീവ് ദേശീയ നേതൃത്വത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള ഒരു കർമ്മ പദ്ധതി തന്നെ ദേശീയ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. തരൂരിനെ BJPയോട് അടുപ്പിക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ. അത് ലോകം മുഴുവൻ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയിലാണ് ശശി തരൂർ. ഇത് തന്നെ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചില കാര്യങ്ങളിൽ വാഴ്ത്തൽ നടത്തുന്നു. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഈ കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് മാറുന്ന ചില കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ കോൺഗ്രസിൽ നിന്ന് തരൂർ പുറത്തു പോകുന്നുമില്ല, കോൺഗ്രസിനെ ഒട്ട് ഈ തരൂരിനെ എടുത്തു കളയാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ചിന്തിക്കുന്നതിനപ്പുറം പ്രാധാന്യം എന്തായാലും BJP ഇങ്ങനെയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള നീക്കത്തിന് പിന്നിലുണ്ട്. അത് ഈ കോൺഗ്രസ്സുകാർക്ക് വ്യക്തമായിട്ടും നേരാവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണല്ലോ കോൺഗ്രസ്സിന് അത്തരത്തിലുള്ള ഒരു ജ്ഞാനം വളരെ കുറവാണ്. ഇനിയും ചില ദേശീയ താല്പര്യമുള്ള ദൗത്യങ്ങൾ തരൂരിനായി BJP കരുതി വച്ചിട്ടുണ്ട്. അത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ അതിന് യോഗ്യനാണ്. തരൂരിനെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ, വിദേശങ്ങളിൽ ചെല്ലുമ്പോൾ തരൂരിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തരൂർ അതിൻ്റെ മുൻനിരയിൽ തന്നെ നിൽക്കുകയാണ്. തരൂര് ഒരുപക്ഷെ നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു MP ആയിട്ട് മാത്രം ഒതുങ്ങുന്ന ആളല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റാർക്കും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു കാർഡ് കൊടുത്തിരിക്കുന്നത്, വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ. പിന്നീട് അദ്ദേഹത്തെ അംഗീകരിക്കാനായിട്ട് പോലും കേരളത്തിലെ നായർ വിഭാഗം തന്നെ തയ്യാറെടുത്തു. മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും അദ്ദേഹം യോഗ്യനാണ് എന്നുള്ള തരത്തിൽ പെരുന്നയിലെ പോപ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ BJP തരൂരിനെ അങ്ങോട്ട് ഏറ്റെടുക്കുമ്പോൾ
ഇതിന്റെ അപകടം കോൺഗ്രസിന് മണക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം 4 തവണയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുകയാണ്. പലപ്പോഴും കോൺഗ്രസ്സുകാർക്ക് തരൂരിനോട് വലിയ യോജിപ്പൊന്നുമില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. 2009 തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സുകാരിൽ മുറുമുറുപ്പായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ചുവരെഴുതാൻ കണ്ടിട്ടില്ല, മുദ്രാവാക്യം വിളിക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കോൺഗ്രസ്സുകാരുടെ പറച്ചിൽ. പക്ഷേ ആ പറച്ചിലുകളൊക്കെ തന്നെ തിരുത്തിക്കൊണ്ടാണ് തരൂർ ഇവിടെ നിന്ന് വിജയശ്രീ ലാളിതനായി മാറുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു വിശ്വപൗരത്വമാണ് ഈ നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ് എന്നീ നിലകളിൽ അദ്ദേഹം മാറി. സാധാരണ ഒരു പഴയ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുഖമോ അത്തരത്തിലുള്ള വേഷവിധാനമോ ഒന്നുമല്ല തന്നിരിക്കുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വളരെ ഉയർന്നു നിൽക്കുന്നതാണ്. ആ പ്രൊഫൈൽ ഒന്നും തന്നെ കോൺഗ്രസ്സുകാർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിയിട്ട് പോലും 4ാം തവണയും വിജയിക്കാൻ കഴിഞ്ഞത്. തരൂരിന് ഇക്കുറി രാജീവ് ചന്ദ്രശേഖറിനെ ഭയമുണ്ടായിരുന്നു. വെറും ഒരു 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് തരൂർ 4ാം തവണ ഇവിടെ നിന്ന് വിജയിച്ചു പോകുന്നത്. അങ്ങനെയുള്ള തരൂരിനെ ഇത്തവണയും കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തിന്, കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കുമ്പോൾ പോലും എങ്ങനെ തരൂരിനെ തോൽപ്പിക്കാം എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആലോചിച്ചത്. പിന്നെ കേരളത്തിലേക്ക് ഒന്നുകൂടി വളരെ ഗ്ലാമറോടുകൂടി വന്നപ്പോൾ ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തന്നെ യോഗ്യനാണ് എന്ന് പലരും തീർച്ചപ്പെടുത്തുമ്പോൾ അത് മുഖ്യമന്ത്രി വേഷം കെട്ടി നിൽക്കുന്ന കുറേ പേരുണ്ടല്ലോ, കുറേ ഭൈമീകാമുകന്മാർ, അവരൊക്കെ തന്നെ തരൂരിനെ പാരവയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ തരൂര് ഈ പലതരത്തിലും പല കാരണങ്ങൾ കൊണ്ടും കോൺഗ്രസിൽ നിന്ന് അകലാൻ തുടങ്ങി. കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് 23 പേരുള്ള ഒരു സംഘം വന്നതിൽ ഇപ്പോഴും കോൺഗ്രസിനെ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ മാത്രമാണ്. പലവട്ടം എന്തിന്, നരേന്ദ്രമോദി ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയെ പോലും അതിൻ്റെ നയതന്ത്രപരമായ രീതിയിൽ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും അതിൻ്റെ നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ചെയ്തത് കോൺഗ്രസിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാക് ഭീകരാക്രമണത്തിൽ ഇന്ത്യ എടുത്ത നിലപാടിലും കൃത്യതയുണ്ട് എന്നുള്ള രീതിയിൽ തരൂർ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴും കോൺഗ്രസിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് ഒരു തരത്തിലും തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, തരൂരിന് ഒരു തരത്തിലും കോൺഗ്രസിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തായാലും BJPയുടെ കേരള ഘടകം തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കളി കളിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അത് ആ അപകടം കോൺഗ്രസിന് മണക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും തരൂർ കേരളത്തിൽ BJPക്കൊപ്പം ചേർന്നാൽ കോൺഗ്രസിന്റെ ചരമഗീതം പാടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്.